السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയ സകലമായ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് ഈ സീദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ. അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹാസിലാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാഹ്. നീ സഫലീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു സ്വലാത്തിനെ പറ്റിയാണ്. എന്താണ് തങ്ങളെ ഇത്രയും അത്ഭുതം എന്ന് പറയാൻ കാരണം? അതിന് അത്ഭുതമുണ്ടോ? അത്ഭുതം ഉണ്ടായത് കൊണ്ടാണ് അത്ഭുതം എന്ന് പറയുന്നത്. അത്ഭുതകരമായിട്ടുള്ളൊരു സ്വലാത്താണ്. കാരണം കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ചൊല്ലിയ സ്വലാത്താണ്. മൂസ നബി അലൈഹിസ്സലാം ഹൃദയത്തോട് ചേർത്ത് വെച്ച സ്വലാത്താണ്. അതാണ് ഞാൻ പറഞ്ഞത്, അത്ഭുതമായിട്ടുള്ള സ്വലാത്താണ്. അതുമാത്രമല്ല, മൂസാ നബി അലൈഹിസ്സലാം മാത്രമല്ല മുഅ്മിനീങ്ങളെ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഇത്രയും വലിയ പ്രൗഢി ഉണ്ടാവാൻ കാരണം മഹത്തുക്കൾ പറയാണ്, ഞാൻ പറഞ്ഞതല്ല, മഹത്തുക്കൾ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഇത്ര വലിയ സിംഹാസനങ്ങളും സുലൈമാൻ നബി അലൈഹിസ്സലാമിന് വഴിപ്പെടാത്ത എന്ത് കാര്യങ്ങളാണ് ലോകത്തുണ്ടായിട്ടുള്ളത്. കാറ്റിലായിരുന്നല്ലോ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സഞ്ചാരം. ജിന്നുകളായിരുന്നല്ലോ കൂടെ ഉണ്ടായിരുന്നത്. ജിന്നുകളെയും ശൈത്താന്മാരെ എല്ലാത്തിനെയും സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു വഴിപ്പെടുത്തി കൊടുത്തില്ലേ? ഇത്രയും സുലൈമാൻ നബി അലൈഹിസ്സലാമിന് സ്ഥാനം ഉണ്ടാവാൻ കാരണം എന്താ? എത്രയോ നബിമാരില്ലേ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഇത്രയും പവർ കൊടുത്ത കാരണം എന്താ? കാരണം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വലാത്തിനെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് മുറുകെ പിടിച്ചു. ഒരു കാരണം കേട്ടോ, മെയിൻ കാരണം അതല്ല. സ്വലാത്ത് മുറുകെ പിടിച്ചോണ്ട് മാത്രമല്ല, ഒരു കാരണം, അതിലൊരു കാരണം ഈ സ്വലാത്തിനെ മുറുകെ പിടിച്ചത് കൊണ്ടാണെന്ന് മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം. ഈ ഒരു സ്വലാത്തിനെ സുലൈമാൻ നബി അലൈഹിസ്സലാം ജീവിതത്തോട് ചേർത്ത് വെച്ചിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം ചൊല്ലിപ്പോന്നതായിട്ടുള്ള സ്വലാത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നേയും സ്വലാത്ത് ഉണ്ടായിരുന്നോ? സ്വലാത്തുണ്ട് മുഅ്മിനീങ്ങളെ, സ്വലാത്തുണ്ട്. കാരണം ഈ ലോകം തന്നെ പടക്കാൻ കാരണദൂതരാരാണ്? നമ്മളെ മുത്തൊളി മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ മുൻകഴിഞ്ഞ അമ്പിയാക്കളെല്ലാം സ്വലാത്തുകൾ ചൊല്ലിയിരുന്നു. മലായികത്തീങ്ങൾ സ്വലാത്ത് ചൊല്ലിയിരുന്നു. അതല്ലേ സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹു ഉണർത്തിയത്, ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഞാൻ എൻ്റെ മലായികത്തീങ്ങളും ഹബീബായ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും ചൊല്ലണേ, അല്ലാഹു ഉണർത്തിയതാണ്. അതുകൊണ്ട് മുൻകഴിഞ്ഞിട്ടുള്ള അമ്പിയാക്കളും നബിമാരും എല്ലാം എന്തു ചൊല്ലിയിട്ടുണ്ട്? സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ട്. ഈ സ്വലാത്ത് ഈ രണ്ട് നബിമാർ ചൊല്ലിയ സ്വലാത്താണ്. മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ നേരിൽ കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അന്ന് സ്വീകരിച്ച സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത്. ഈ സ്വലാത്തിനെ മൂസ നബി അലൈഹിസ്സലാം മുറുകെ പിടിച്ചിരുന്നു. അതുമാത്രമല്ല, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഇത്രത്തോളം പദവി ഉണ്ടാവാൻ കാരണം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഇത്രയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ കാരണമായിട്ടുള്ള
ഒരു സ്വലാത്തും കൂടിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ നബിമാർ, ഈ രണ്ട് നബിമാരും ഹൃദയത്തോട് ചേർത്ത് വെച്ച സ്വലാത്ത് നമുക്കറിയണ്ടേ, നമുക്ക് പഠിക്കേണ്ട ചെറിയ സ്വലാത്താണ്. കേൾക്കുമ്പോൾ ആരോ നബിമാര് ചൊല്ലി സ്വലാത്താണോ, വലിയ സ്വലാത്തോ, ഇത് ഞങ്ങൾക്ക് കഴിയൂലല്ലോ. കഴിയണം നിങ്ങളെ അവസാനം വരേക്കാണ് ആ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം നമുക്ക് പറയാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഇൻഷാ അല്ലാഹ് ആ സ്വലാത്ത് നമുക്ക് പരിചയപ്പെടാം. അതുമാത്രമല്ല, ആ സ്വലാത്ത് മാത്രമല്ല നിങ്ങളെ, ഈ രണ്ട് ഇസ്മുകൾ മീകായിൽ അലൈഹിസ്സലാം, മലക്ക് മീകായിൽ അലൈഹിസ്സലാം ചൊല്ലിയ ഇസ്മ, എപ്പോഴും പതിവാക്കിയ ഒരു ഇസ്മ, അസ്മാഉൽ ഹുസ്നയിലെ അത്ഭുത ഇസ്മ. ഈ ഇസ്മുകൾ ചൊല്ലിയാൽ, ഈ രണ്ട് ഇസ്മുകൾ ചേർത്ത് ചൊല്ലിയാൽ സാമ്പത്തികമായിട്ട് അവനൊരിക്കലും കുഴങ്ങൂല. തീർച്ചയാണ് നിങ്ങളെ, ഇത് മുജറബായിട്ടുള്ള ഇസ്മുകളാണ്. ഈ ഇസ്മിനെ കൊണ്ട് അമലെടുത്തു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് അവൻ എവിടെയും കുഴങ്ങൂല. സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടാകും, സാമ്പത്തികമായിട്ടുള്ള പുരോഗതികൾ ഉണ്ടാകും, സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാകും. എല്ലാ ഹൈറിന്റെ കവാടങ്ങളും നിന്നെ മേൽ തുറന്നിട്ട് തരും. ഷെറിന്റെ കവാടങ്ങളെല്ലാം നിന്റെ മേൽ കൊട്ടിയടക്കപ്പെടുന്ന അത്ഭുതകരമായിട്ടുള്ള ഇസ്മുകൾ. ഈ രണ്ട് ഇസ്മുകൾ ചേർത്ത് ചൊല്ലിയാൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകും, വലിയ വിജയങ്ങൾ ഉണ്ടാകും. ഈ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പഠിക്കണ്ടേ? ഏതാണ് ആ സ്വലാത്ത്, ഏതാണ് രണ്ട് ഇസ്മുകൾ? നമുക്കത് പഠിക്കാം. എങ്ങനെയാണ് ചൊല്ലേണ്ടത്, ഏത് എണ്ണത്തിലാണ് ചൊല്ലേണ്ടത്, ഏത് സമയത്താണ് ചൊല്ലേണ്ടത് നമുക്ക് പഠിക്കാം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അതിന് അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മജ്‌ലിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയ സമയം കൊണ്ട്, ചെറിയ ഈ സമയം കൊണ്ട് കൂടുതലായിട്ടുള്ള അറിവ്, 40 മിനിറ്റ് 30 മിനിറ്റ് ഒന്നും വലിച്ചു നീട്ടി പറയുന്നില്ല. ചെറിയ സമയം കൊണ്ട് കൂടുതൽ അറിവ് നമുക്ക് പഠിക്കാം. അത് പറയുന്നതിന് മുമ്പ് ഏതാണ് ആ ഇസ്മ, ഏതാണ് ആ സ്വലാത്ത് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോയി മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ്. പല ഭാഗങ്ങളിൽ നിന്ന് നമ്മുമായി ബന്ധപ്പെടുന്ന ധാരാളം ആളുകൾ, പൈശാചികമായിട്ടുള്ള ഉപദ്രവത്തിൽ കുടുങ്ങിപ്പോയവർ, പൈശാചികമായിട്ടുള്ള ഉപദ്രവത്തിൽ പെട്ടുപോയവർ, ശൈത്വാനിയത്തിന്റെ പ്രയാസത്തിൽ ധാരാളം വർഷക്കാലമായി അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, സിഹർ സംബന്ധമായി, വീട് സംബന്ധമായി, ഭൂമി സംബന്ധമായി പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മളെ സമീപിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് കൺസൾട്ടിങ്ങിനായി ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ട്. ഇനി നേരിട്ട് കാണാനുള്ള അവസരം തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച വരാൻ കഴിയാത്തവർക്ക് ശനിയാഴ്ച 2 ദിവസമാണ് വീട്ടിൽ നോട്ടം ഉണ്ടാവാറുള്ളത്. ശനിയും തിങ്കളുമാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചിറങ്ങി വരിക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. സകലമാന പ്രയാസങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ബലാകളും തീർത്ത് ജീവിതത്തിൽ വലിയ വിജയം അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാ ബലാകളും എല്ലാ മുസീബത്തുകളും അല്ലാഹു ഇനി തീർത്ത് ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ വിജയവും വലിയ മനസ്സമാധാനവും നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ. ഏതാണ് മുഅ്മിനീങ്ങളെ അത്ഭുതകരമായിട്ടുള്ള സ്വലാത്ത്? ആ സ്വലാത്ത് പറയുന്നതിന് മുമ്പ് അതിന്റെ മഹത്വം നമുക്കൊന്ന് കേൾക്കാം, അതിന്റെ മഹത്വം ഒന്ന് നമുക്ക് പഠിക്കാം. ആരെങ്കിലും ഈ ഒരു സ്വലാത്ത് 10 പ്രാവശ്യം മഗ്‌രിബിന്റെ ശേഷം ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ 10 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ, ആര് ചൊല്ലുന്ന സ്വലാത്ത്? മൂസാ നബി അലൈഹിസ്സലാം ചൊല്ലുന്ന സ്വലാത്ത്. അതുമാത്രമല്ല, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഇത്ര വലിയ പദവി കൊടുക്കാൻ കാരണമായ സ്വലാത്ത്. കാരണം എന്തേ? ഹബീബായ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലി, അവിടുത്തെ ഇഷ്ടം വെച്ചു, അവിടത്തോടുള്ള ഒരു ഇഷ്ടം മനസ്സിൽ കാത്തു സൂക്ഷിച്ചു സുലൈമാൻ നബി അലൈഹിസ്സലാം. അല്ലാഹു വലിയ ദറജ കൊടുത്തു, വലിയ പുരോഗതികൾ കൊടുത്തു സുലൈമാൻ നബി അലൈഹിസ്സലാമിന്. കാരണമായി ഈ സ്വലാത്തിനെയാണ് 10 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ അവൻ ഈമാനോട് കൂടിയല്ലാതെ അവൻ മരണപ്പെടുകയില്ല. മഹാന്മാർ പറയാണ് ഈ ഒരു സ്വലാത്ത് 10 പ്രാവശ്യം ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ, അതായത്
അതായത് മഗ്രിബിന്റെ ശേഷം 10 പ്രാവശ്യം ചൊല്ലിയാൽ അവന് എന്തുകൂടാതെ ഈമാനില്ലാതെ അവൻ മരണപ്പെടൂല. അല്ലാഹു മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കി തരട്ടെ, ഈമാൻ പരിപൂർണമാക്കി തരട്ടെ. അല്ലാഹു ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ, അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ഈ ഒരു സ്വലാത്തിന് ഹൃദയത്തോട് ചേർത്ത് വെക്ക. രണ്ടാമത്തെ മഹത്വം, സകല പാപങ്ങളും പൊറുക്കാൻ ഈ ഒരു സ്വലാത്ത് കാരണമാകും. അവന്റെ ചെറുപാപങ്ങളും അവന്റെ വൻപാപങ്ങളും പൊറുക്കാൻ ഈ ഒരു സ്വലാത്തിനെ കൊണ്ട് കാരണമാകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അവന്റെ സയ്യിആത്തുകൾക്ക് പകരം അല്ലാഹു ഹസനാത്തുകളെ വർദ്ധിപ്പിച്ചു തരും. തെറ്റുകൾക്ക് പകരം അല്ലാഹു നന്മകളെ കൂടുതലായിട്ട് എഴുതി ചേർക്കപ്പെടുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ കൂടുതലൊന്നും പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് വേഗം ഒക്കെ പറഞ്ഞു പോകാം. മൂന്നാമതായിട്ടുള്ള മഹത്വം, സാമ്പത്തികമായിട്ടുള്ള പുരോഗതികൾ ഉണ്ടാകും. ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. അല്ലാഹു ദറജ ഏറ്റിത്തരും, അല്ലാഹു അഭിവൃദ്ധി തരും, സമ്പത്തിന്റെ ഉറവിടത്തിൽ അല്ലാഹു വിശാലത തരും. ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മഹത്വങ്ങൾ നോക്കി, ഈമാനോടുകൂടിയല്ലാതെ മരണം അല്ലാഹു എനിക്ക് തരില്ല. 10 പ്രാവശ്യം ഇശാമാരിബിന്റെ ഇടയിൽ ചൊല്ലിയാൽ, പിന്നെയോ സകല പാപങ്ങളും പൊറുക്കാൻ കാരണമാകുന്ന സ്വലാത്ത്, പിന്നെയോ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച അല്ലാഹു നൽകുന്ന സ്വലാത്ത്. അതല്ലേ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് എല്ലാ അഭിവൃദ്ധികളും കൊടുത്തു, സിംഹാസനങ്ങളും എല്ലാ പദവികളും അല്ലാഹു കൊടുത്തു. അതാണ് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച. അല്ലാഹു ഒരാൾക്ക് കൊടുക്കാൻ വിചാരിച്ചാൽ ഈ ലോകത്തുള്ള ദുനിയാവിലുള്ള ഒരാൾക്കും അത് തടയാൻ കഴിയൂല. ഒരാൾക്ക് അല്ലാഹു കൊടുക്കണ്ടെന്ന് വിചാരിച്ചാൽ ദുനിയാവിലെ മറ്റൊരാൾക്കും അവനക്ക് കൊടുക്കാനും സാധിക്കൂല. അതാണ് മുത്തഖീങ്ങളെ, ആരും ഒരാൾക്ക് ഉണ്ടാകുന്നതിൽ അസൂയ വെച്ചിട്ട് കാര്യമില്ല. അല്ലാഹു അവനെ അനുഗ്രഹിച്ചതാണ്, അവൻ അല്ലാഹു വേണ്ടുവോളം അനുഗ്രഹിച്ചതാണ്. അതുകൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും മാർഗത്തിൽ അല്ലാഹുവിനെ അനുഗ്രഹിക്കും. അതിന്റെ കച്ചവടത്തിലാകാം, ഭർത്താവിന്റെ കച്ചവടത്തിലൂടെയാകാം, അല്ലെങ്കിൽ ഭർത്താവിന്റെ ബിസിനസ്സിലൂടെയാകാം. അല്ലാഹു ഉയർത്തുന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ സ്വലാത്തിന് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ് മുഅ്മിനീങ്ങളെ അത്ഭുതകരമായിട്ടുള്ള സ്വലാത്ത്. ഈ മഹത്വങ്ങളൊക്കെ കേൾക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ചൊല്ലിയ സ്വലാത്ത് വിട്ടുകളയണോ? അത് മാത്രമല്ല, മൂസ നബി അലൈഹി ഇസ്ലാം അല്ലാഹുമായി സംഭാഷണം നടത്തിയ മൂസ നബി അലൈഹി ഇസ്ലാം ചൊല്ലിയ സ്വലാത്ത്, കലീമുല്ലാഹി മൂസ നബി അലൈഹി ഇസ്ലാം ചൊല്ലിയ സ്വലാത്ത്. അതുമാത്രമല്ല, സാമ്പത്തിക പുരോഗതികളും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകളും അല്ലാഹു നൽകുന്ന സ്വലാത്ത്. ഇശാമാരിബിന്റെ ഇടയിൽ 10 പ്രാവശ്യം ചൊല്ലിയാൽ അവന്റെ ചെറുപാവങ്ങളും വൻഭാവങ്ങളും പൊറുക്കുന്ന സ്വലാത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയധികം പൊരിശയേറിയ സ്വലാത്ത്. ഇനിയുമുണ്ട് ഈ സ്വലാത്തിന്റെ പൊരിശ. നമുക്ക് പഠിക്കേണ്ട എല്ലാവർക്കും ഒരു ആവേശം ഈ സ്വലാത്ത് കേൾക്കാൻ, അല്ലേ? ഈ ഒരു സ്വലാത്ത് സ്ക്രീനിൽ കൊടുക്കാം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. സിമ്പിൾ അല്ലേ? നമ്മൾ ചൊല്ലുന്ന സ്വലാത്തല്ലേ? നമ്മൾ ജീവിതത്തിൽ പതിവാക്കിയ സ്വലാത്തല്ലേ? നമുക്ക് അറിയാവുന്ന സ്വലാത്തല്ലേ? ചൊല്ലാൻ പണിയുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വലിയ സ്വലാത്തൊന്നുമല്ല, നമ്മൾ ചൊല്ലുന്നതായിട്ടുള്ള സ്വലാത്താണ്, അല്ലേ? اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഇൻഷാഅല്ലാഹ് ഈ ഒരു സ്വലാത്തിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ, ജീവിതത്തിനോട് ചേർത്ത് വെക്കാൻ, പതിവാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ്
നൽകട്ടെ. അതിനല്ലാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുമാത്രമല്ല, 2 ഇസ്മുകൾ നിങ്ങളെ സമ്പത്തിൽ വർധനവുണ്ടാകും. മഹാന്മാർ ഉറപ്പ് നൽകുന്ന 2 അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അത്ഭുതകരമായിട്ടുള്ള 2 ഇസ്മ. ഈ ഒരു ഇസ്മിനെ ഇൻഷാ അല്ലാഹ് ഹൃദയത്തോട് ചേർത്ത് വെക്ക്. 2 ഇസ്മുകൾ മഹാനായ ഇമാം ശിബ്ലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയുകയാണ്. മഹാനായ അബൂ അലി സഖഫി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ധനാഢ്യനായിരുന്നു. സമ്പത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ചൊരു മഹാനാണ് മഹാനായ അബൂ അലി സഖഫി റഹ്മത്തുള്ളാഹി അലൈഹി. അബൂ അലി സഖഫി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ധനാഢ്യനായിരുന്നു, വലിയ സമ്പത്തിനുള്ള ഉടമയായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു മഹാനായ അബൂ അലി സഖഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ സമ്പത്ത് അദ്ദേഹത്തിന് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഒരു ഇസ്മുണ്ട്. അദ്ദേഹം ജീവിതത്തിൽ പതിവാക്കി ഇസ്മ. എന്നും നിങ്ങൾക്ക് എണ്ണമില്ലാത്തത്രയും ചൊല്ലിയ ഒരു അത്ഭുതകരമായിട്ടുള്ള ഇസ്മ മഹാനവറുകൾ ചൊല്ലി അല്ലാഹു സമ്പത്തിന്റെ ഉറവിടത്തിൽ അല്ലാഹു വിശാലത കൊടുത്തു. നിങ്ങളെ അതൊന്നും നമുക്ക് വേണ്ട അല്ലേ. നമ്മളെ കടങ്ങൾ വീടിയാൽ മതി, നമ്മളെ പ്രയാസങ്ങൾ നീങ്ങിയാൽ മതി, നമ്മളെ കാര്യങ്ങൾ എളുപ്പമായാൽ മതി അല്ലേ. അതിലൊക്കെ സമ്പത്ത് അല്ലാഹു നൽകും. അല്ലാഹുവിന്റെ ഖജനാവ് വിശാലമല്ലേ? ആണോ അല്ലേ? അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമാണോ അല്ലേ? ആണ് നിങ്ങളെ. നമ്മൾ ചോദിച്ചാൽ തരേണ്ടത് അള്ളാഹുവാണ്, ചോദിക്കേണ്ടത് നമ്മളാണ്. എന്തുകൊണ്ട് ചോദിക്കണം? അള്ളാഹുവിന്റെ ഇസ്മുകളെ കൊണ്ട് ചോദിച്ചാൽ അള്ളാഹു ഒരിക്കലും തട്ടിമാറ്റൂല. അള്ളാഹു തന്നിരിക്കും. അപ്രകാരമുള്ള ഇസ്മുകളാണ് ഈ 2 ഇസ്മുകൾ. മഹാനവറുകൾ ചൊല്ലിയതാണ്. ഈ ഇസ്മിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചതാണ്. യാ വഹാബ് യാ അല്ലാഹ്, യാ വഹാബ് യാ അല്ലാഹ്. അത് മാത്രമല്ല, യാ വഹാബ് എന്ന ഇസ്മ മാത്രമല്ല, ആ ഇസ്മ മാത്രമല്ല, മഹാനായ മീകായിൽ അലൈഹിസ്സലാം പതിവാക്കിയതായിട്ടുള്ള ഇസ്മ, അത്ഭുതകരമായിട്ടുള്ള ഇസ്മ. ഈ ഇസ്മിനെ മീകായിൽ അലൈഹിസ്സലാം പതിവായിട്ടിരുന്നു, ധാരാളമായി ചൊല്ലിയിരുന്നു. ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ഇസ്മ? യാ വഹാബ് യാ റസാഖ് യാ അല്ലാഹ്. ഈ 2 ഇസ്മുകളും കൂട്ടിച്ചേർത്തുകൊണ്ട് യാ വഹാബ് യാ റസാഖ് യാ അല്ലാഹ്, 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 യാ വഹാബ് യാ റസാഖ് യാ അല്ലാഹ്. അല്ലാഹു സാമ്പത്തികമായിട്ടുള്ള പുരോഗതി നിനക്ക് നൽകും, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച അല്ലാഹു നൽകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഈ 2 കാര്യങ്ങൾ, ഈ ഒരു അത്ഭുതകരമായിട്ടുള്ള സ്വലാത്തിനെയും ഈ 2 ഇസ്മുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ 2 ഇസ്മുകളെയും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ജീവിതത്തിനോട് ചേർത്ത് വെക്കുക. എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ മുസീബത്തുകളും, എല്ലാ ബലാകളും നീങ്ങും ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ചൊല്ലി നോക്കി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ചൊല്ലാനും ജീവിതത്തിൽ പതിവാക്കാനും അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ 5:30 സയ്യിദിയ മജ്ലിസ് എല്ലാവരും ഇൻഷാ അല്ലാഹ് ആ മജ്ലിസിന്റെ കൂടെ ഒരു ഭാഗവാക്താവ്. അതിനല്ലാഹു തൗഫീഖ് നൽകട്ടെ, അതിനല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.